സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പൊളാരിസ് സ്കൂൾ ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു കോളേജിനെ കുറിച്ചിട്ടാണ്. സോ ഈ കോളേജ് നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യായിരുന്നു. സോ കേരളത്തിലെ സ്റ്റുഡൻസിനെ ഈ കോളേജിനെ കുറിച്ചൊന്ന് അറിയിക്കണമെന്ന് എനിക്കും തോന്നി. സോ പേഴ്സണലി ഞാനൊരു കാര്യം പറയാം, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഇവിടെ ജോയിൻ ചെയ്യാൻ. ജസ്റ്റ് ഒരു കോളേജ് റിവ്യൂ ആണ്. ജസ്റ്റ് ഒരു കോളേജ് റിവ്യൂ, നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായൊരു കോളേജാണ്. സാധാരണ ഒരു കോളേജിനെ പോലത്തെ ഒരു കോളേജല്ല. ഇത് ന്യൂ ജനറേഷൻ ടൈപ്പ് ഓഫ് കോളേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന, നിങ്ങളൊരു ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ള ടാർഗറ്റുള്ള ഒരു കോളേജാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ലാഭമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നും പറയുന്നില്ല. ഇത് നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ്. ബേസിക്കലി ഇങ്ങനത്തെ ഒരു കോളേജ് ഉണ്ട്. ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കൃത്യമായിട്ട് കാണാം. എല്ലാത്തവരും ഇപ്പം തന്നെ ഒഴിവാക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ ഈ കോളേജ് വരുന്നത് മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലാണ്. സോ ഞാൻ ബേസിക്കലി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇതിലെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. സോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഫീച്ചർ എന്താ വെച്ചാൽ, സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കോളേജോ നടത്തുന്ന പോലെ ആയിരിക്കില്ല ഇവരുടെ കാര്യങ്ങൾ. സിലബസ് ഒക്കെ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഇവർ ഫുള്ള് ജോബ് ഓറിയൻ്റ് ആണ്. ഇൻഡസ്ട്രിയിലോട്ട് എങ്ങനെ എത്താം, ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. അല്ലാതെ ഒരിക്കലും നിങ്ങളിപ്പോൾ എന്താ പറയുക, എക്സാം എഴുതിയിട്ട് പാസ്സാവുക അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് അങ്ങനത്തെ കാര്യങ്ങളല്ല. ഇവിടെ ഫുള്ള് ഇൻഡസ്ട്രിക്ക് ആവശ്യം, എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസ്, AI, ML മാത്രമാണ് ഇവിടെയുള്ള കോഴ്സുകൾ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, 5000 ഹവേഴ്സ് ഓഫ് കോഡിംഗ് ആണ്. ഈ 5000 ഹവേഴ്സ് ഓഫ് കോഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊരു 2-3 വർഷത്തൊക്കെ ജോബ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ബേസിക്കലി ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കാണും. പിന്നെ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് വിത്ത് ടോപ്പ് MNC. നിങ്ങൾക്ക് 100% പ്ലേസ്മെൻറ്റ്സ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. കാരണം ഇവർ നല്ല ഇതായിട്ട് ടൈപ്പ് ഉണ്ട്, നല്ല MNCs ആയിട്ട്, മൾട്ടിനാഷണൽ കമ്പനീസ് ആയിട്ട്. ബേസിക്കലി ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവർ IIT അലൂമിനീസും കാര്യങ്ങളൊക്കെ ചേർന്ന് അവരുടെ കോ ഫൗണ്ടറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഓഫർ വരുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ജോബ് ഓറിയൻറ്റഡ് ആണ്, അല്ലാണ്ട് ഒരു എക്സാം ഓറിയൻറ്റഡ് കാര്യമല്ല. നിങ്ങൾക്കൊരു ജോലിയിലേക്ക് എങ്ങനെ എത്താം, ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സ്കിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ കോളേജിൽ നിന്ന് തന്നെ നേടിയെടുക്കുക എന്നാണ് ഒരു ടാർഗറ്റ്. ആൻഡ് മോർ ഓവർ നിങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുന്നിരിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു $10,000 വരെ ഇവർ ഫണ്ട് തരും ഇങ്ങോട്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ബേസിക് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത് കംപ്ലീറ്റ്ലി വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലി എങ്ങനെ നേടിയെടുക്കണം എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ്. വെച്ചാൽ ജോലിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക, നല്ലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവുക, ബിക്കോസ് ദേ ഹാവ് ടൈ അപ്പ് വിത്ത് ടോപ്പ് MNCs. നിങ്ങൾ നല്ലൊരു സ്കില്ലുള്ള വ്യക്തിയൊക്കെ അല്ല, നമ്മൾ എക്സാം എഴുതുന്ന ഒരു മൈൻഡ് സെറ്റിൽ. അപ്പോൾ ഇതൊരു ഡിഫറൻ്റ് ആണ്. ഒരു പുതിയ ജനറേഷൻ സ്റ്റുഡൻസിന് ആവശ്യമുള്ള ടൈപ്പ് ഓഫ് ഒരു കോളേജ് തന്നെയാണെന്ന് നമുക്ക് ബേസിക്കലി അത് പറയാൻ പറ്റും. അപ്പോൾ വീണ്ടും ഞാൻ ഇടയിൽ കൊടുക്കുകയാണ്. ഇതൊരിക്കലും നിർബന്ധിക്കുകയല്ല. നമ്മൾ കൃത്യമായിട്ട് ഇവർ പറഞ്ഞു തരും, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളും. ഞാനൊരു കാര്യം പറയില്ല, നമുക്കൊരു കാര്യം ഇങ്ങോട്ട് വന്നാൽ നമ്മളത് റിസർച്ച് ചെയ്യും. റിസർച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ എത്തിക്കുക എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് എല്ലാം. സോ ഇനി ഇതിൻ്റെ ഫൗണ്ടേഴ്സാണ് മുകുൽ റോതഗി ആൻഡ് ബസ്വത് അഗർവാൾ ആണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്. ഇവരാണ് ക്ലാസ് പ്ലസിൻ്റെ ഫൗണ്ടേഴ്സ്. സോ ഇവർ 700 സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 250+ റിക്രൂട്ട്മെൻറ്റ് ക്ലാസ് പ്ലസിലോട്ട് എടുത്തിട്ടുണ്ട്. സോ ഇവർക്ക് ഇൻഡസ്ട്രീനെ കുറിച്ച് നന്നായിട്ട് ബോധമുള്ള ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഡയൽ ചെയ്താൽ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. സോ ഇനി ഓരോ ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നിങ്ങൾ ബേസിക്സ് ക്ലിയർ ചെയ്യും. അതോടെ തന്നെ നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പറ്റും. കോഡിംഗ് കോമ്പറ്റീഷൻ, ഇൻ്റർനാഷണൽ നാഷണലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്പൺ സോഴ്സ് ഓർഗനൈസേഷൻസിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് മോർ ഓവർ ജൂപ്പിറ്റർ കോളേജ് ഇതേക്കോ പോലത്തെ കമ്പനീസിലൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻറ്റേൺഷിപ്പ്, പ്രൊഡക്റ്റ് ഇൻറ്റേൺഷിപ്പ് ഇങ്ങോട്ട് നേടിയെടുക്കാം. പ്രൊഡക്റ്റ് ഇൻറ്റേൺഷിപ്പാണ്, സർവീസ് അല്ല. അപ്പോൾ സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബിൽഡ് യുവർ AI, ML ഫണ്ടമെൻറ്റൽസ്. അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ആണ് ക്ലിയർ. ആദ്യം നിങ്ങൾ ബേസിക്സ് പഠിക്കുന്ന ഒരു ഫണ്ടമെൻറ്റ്സ്. ആ ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡാറ്റ ക്ലീനിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ടൂൾ ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻറ്ററാക്റ്റിംഗ് ഡാറ്റ ഡാഷ്ബോർഡ്, ബിസിനസ് കാര്യങ്ങളിലൊക്കെ റിലേറ്റ് ചെയ്യുന്ന. പിന്നെ ഒരു ബിൽഡ് VR ഗെയിം, അത് വരെ നിങ്ങൾക്ക് പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇൻറ്റേൺഷിപ്പ്, Paytm, ഫോൺപേ, ഓല. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ സെക്കൻഡ് സ്റ്റെപ്പ്, ഈ ബേസിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സെക്കൻഡ് സ്റ്റെപ്പും ക്ലിയർ ആവും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ ബേസിക്സ് പഠിച്ചു, സെക്കൻഡ് ഇയറിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള AI, ML പഠിച്ചു. ഇനി നിങ്ങൾ തേർഡ് ഇയർ കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വലിയ പ്രൊഡക്റ്റ് കമ്പനീസ്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റയിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ജോബ്സ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇൻഡസ്ട്രിക്ക് ഓക്കെ ആയി. ഈ കാര്യങ്ങൾ വായിച്ച് നിങ്ങൾ AI വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഫോർത്ത് ഇയറിലോട്ട്. സോ ആദ്യം തന്നെ ഫസ്റ്റ് ഇയർ നമ്മൾ ബേസിക്സ് കാര്യങ്ങൾ പഠിച്ചു. സെക്കൻഡ് ഇയർ നമ്മൾ AI, ML കുറിച്ച് പഠിച്ചു. തേർഡ് ഇയറിൽ എങ്ങനെ ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ജോലി നേടിയെടുക്കാമെന്ന് പഠിച്ചു. ഫോർത്ത് ഇയറിലാകുമ്പോൾ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ്, ഫ്ലിപ്കാർട്ട്, ഓപ്പൺ AIയിലൊക്കെ കൃത്യമായിട്ടുള്ള ജോലി നേടിയെടുക്കാൻ പറ്റും. ആൻഡ് മോർ ഓവർ സ്വന്തമായിട്ടൊരു അലക്സ, ഹോം ഓട്ടോമേഷൻ, അങ്ങനെ വലിയ കാര്യമാണ്. അപ്പോൾ ഏകദേശം ഇവർ പറഞ്ഞു വരുന്നത് ഫസ്റ്റ് ഇയർ ടു ഫോർത്ത് ഇയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ബേസിക്കലി നിങ്ങളെ കോളേജിലെത്തി പഠിപ്പിക്കണ പോലെ യൂണിവേഴ്സിറ്റി സിലബസ് അല്ല പഠിപ്പിക്കണം, എക്സാം എഴുതാനല്ല പഠിപ്പിക്കുന്നത്. മെയിനായിട്ട് ഒരു ജോലിയിലേക്ക് എത്താൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസ്, AI ആൻഡ് ML മാത്രമാണ്.
സോ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ഏതൊക്കെ കോഴ്സുകളാണ്. ഇവിടെ മെയിനായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ഇൻ AI ആൻഡ് ML, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങിന് ബേസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് മാത്രമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുള്ളൂ. സോ ഇത് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, കോഡിംഗ് ബേസ്, വേറെ ഒരു ബ്രാഞ്ചസും ഇല്ല. സോ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്രാഞ്ചിൽ വളരെ ഹൈ ലെവൽ അല്ലെങ്കിൽ ഒരു മികച്ച ലെവലിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആൻഡ് എക്സ്പോഷർ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ആദ്യം ക്യാമ്പസ് ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരാണ്, ഇൻഡസ്ട്രീൻ്റെ അടുത്ത് തന്നെയാണ്. സോ അതിൽ നിങ്ങൾക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പും വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇൻഡസ്ട്രീനെ കുറിച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഈ കോളേജിൻ്റെ ക്യാമ്പസ് സ്ട്രക്ചറും, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂരിലാണ് ഈ ക്യാമ്പസ് വരുന്നത്. അപ്പോൾ ടെക് കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധാരണ കേരളത്തിലൊക്കെ പഠിക്കുന്ന ഒരു കോളേജ് ലൈഫിൻ്റെ കൾച്ചറൊന്നും കിട്ടില്ല. ഇവിടെ മെയിൻലി ടെക് കൾച്ചറാണ് കൂടുതൽ ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കിടലിനായിട്ടുള്ള അമേരിക്കയിൽ, അതായത് US MS എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലെവലിലാണ് ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു US ഇൻ്റർനാഷണൽ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരിക്കലും ഒരു നോർമൽ കോളേജ് ലൈഫ് ആയിരിക്കില്ല. കൂടുതൽ ഞാൻ പറഞ്ഞത് ജോബ് ഓറിയൻറ്റഡ്, സ്കിൽ ഓറിയൻറ്റഡ് കാര്യങ്ങളാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പൊളാരിസ് സ്കൂൾ ഓഫ് ടെക്നോളജിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. സോ ഇനി ഒരു കമ്പാരിസണാണ് അവർ തന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിൽ 100% യോജിക്കുന്നില്ല. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു MNCs ആയിട്ട് ടൈപ്പ് ഉള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ആൻഡ് മോർ ഓവർ അനാവശ്യ സിലബസുകളാണ് ഞാൻ എൻ്റെ കരിയറിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എഞ്ചിനീയറിംഗിൽ. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുക, അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒരു ജോലി എങ്ങനെ നേടാം, അതിൽ MNC ഒരു ടൈപ്പ്, നമുക്ക് ഇൻഡസ്ട്രി എക്സ്പോഷർ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്യാമ്പസ് ലൈഫ് കാര്യങ്ങൾ, ഞാൻ അങ്ങനത്തെ ഒരാളാണ്. പിന്നെ ബേസിക്കലി ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഫീസാണ്. എൻ്റെ പാരൻസിനും കൊണ്ട് അടയ്ക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാറുണ്ട്, എത്ര ജോലി കിട്ടുന്നത്. അപ്പോൾ അതും കൂടി അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളും കൂടി നോക്കുക. സോ ഇനി ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയറാണ്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ പൊളാരിസ് സ്കൂളിൽ ഒരു ടെസ്റ്റ് ഉണ്ടാവും, ഡയറക്റ്റ് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഈ നെക്സ്റ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 3 ആൻഡ് സ്റ്റെപ്പ് 4 ആണ്. അതിൽ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, സ്റ്റെപ്പ് 4 ഒരു അഡ്മിഷൻ ലെറ്റർ ഉണ്ടാവും, സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ എൻറോൾമെൻറ്റ് പ്രൊസീജിയർ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടുള്ള ഒരു ഈസി പ്രൊസീജിയർ അല്ല. സോ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. സോ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോകാം. സോ ഇനി നിങ്ങൾ പലരും ഞെട്ടാൻ പോകുന്നൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇവിടുത്തെ ഫീസ് സ്ട്രക്ചറാണ്. 19 lakhs ആണ് 4 ഇയേഴ്സിലേക്ക് ചാർജ് ചെയ്യുന്നത്. പക്ഷേ കുറേ സ്കോളർഷിപ്പും കാര്യങ്ങളും അവൈലബിൾ ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് കുറച്ച് മിസ്റ്റർ എഞ്ചിനീയർ ടിപ്സാണ്. കാരണം ഒരു കോളേജ് സെലക്ട് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടമല്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ ഈ ഒരു കോളേജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ളൂ. കേരളത്തിന് പുറത്തായിട്ട് പൊതുവെ ഞാൻ കേരളത്തിലെ കോളേജുകളെയാണ് ചെയ്യാറ്. കേരളത്തിന് പുറത്തൊരു ഓഫർ ഉണ്ട്, അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേഴ്സണലി പറയുന്നത് ഒരു കോളേജ് നിങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്, ഒരാളെ പോലും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതുകൊണ്ട് മിസ്റ്റർ എഞ്ചിനീയറിന് ഒരു ലാഭമില്ല. ഞാൻ ബേസിക്കലി ഇതൊന്ന് കാണിച്ചു തരണം. ഇങ്ങനത്തെ ഒരു വെറൈറ്റി കോളേജ്, ഒരു സാധാരണ ഒരു കോളേജ് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു വേറെ ഒരു ലെവലിലെ കോളേജാണ്. നമ്മൾക്ക് വേറെ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ നല്ലൊരു ജോബിലോട്ട് എത്താനുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ. അപ്പം അതൊന്ന് കാണിക്കണം, അതൊന്ന് അറിയിക്കണം, നല്ലൊരു കണ്ടൻറ്റായിട്ട് തോന്നി. അപ്പോൾ സോ അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്താണ്. സോ അറ്റ് എൻഡ് ഓഫ് ദ ഡേ നിങ്ങളും നിങ്ങളുടെ പാരൻസും ഡിസൈഡ് ചെയ്യുക. പാരൻസിൻ്റെ പെർമിഷനോടെ, പാരൻസിന് താങ്ങാൻ പറ്റുന്ന ഫീസൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇറ്റ്സ് അപ് ടു യു. സോ നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ താങ്ക് യു.